ജനങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാനായിട്ട് തയ്യാറാവണം. ഇതൊരിക്കലും കൊടുക്കുന്ന ഇൻഫർമേഷൻ്റെ പേര് വെച്ചുകൊണ്ട് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സെൻസസ് ഡിപ്പാർട്ട്മെൻറ്റോ ഈ വ്യക്തികളെ ഫോളോ അപ്പ് ചെയ്യുന്നതല്ല. ഈ വ്യക്തികളെ വ്യക്തിഗതമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ ചില ഭാഗങ്ങളിലോ ഭൂരിഭാഗം വീടുകളിലോ അല്ലെങ്കിൽ ശുദ്ധജലം പോലെയുള്ള വളരെ പ്രാഥമികമായിട്ട് ലഭ്യമാകേണ്ട അവസ്ഥകളിലോ കുറവുകളുണ്ടെങ്കിൽ ആ ഭാഗത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഏരിയകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ഗ്രോത്ത് ഉണ്ടാകുവാൻ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റിനുള്ള പോളിസികളുടെ നിർമ്മാണത്തിനാണ് ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഈ ഡാറ്റ വെച്ചിട്ട് ആളുകൾക്ക് പൊതുവെ ഒരു പേടി വരാം. ഈ ഡാറ്റ വെച്ചിട്ട് ഇനി ഞങ്ങളുടെ BPL കാർഡ് APL ആവോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങൾക്ക് അങ്ങനെ ചില ഭയാശങ്കകൾ ഉണ്ടാവും. ഈ കാലഘട്ടം അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ഭയാശങ്കകൾക്ക് അടിസ്ഥാനമില്ല. ഇത് രാജ്യത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് നിർണ്ണയിക്കാനായിട്ടുള്ള ഒരു ടൂളിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഉത്തരം കൊടുത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ക്ഷേമാശ്വര്യത്തെ വർദ്ധിപ്പിക്കാനുള്ള ഈ വലിയ സദ്യുദ്യമത്തിൽ പങ്കാളിയാവേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണെന്ന് മാത്രമാണ് എനിക്ക് പൊതുവെ പറയാനായിട്ട്.